കൊച്ചി കളമശ്ശേരിയിലെ ജെയ്സി എബ്രഹാമിന്റെ കൊലപാതകത്തിൽ പ്രതി ഗിരീഷ് കുമാർ പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നു. ഇൻഫോ പാർക്ക് ജീവനക്കാരനായ ഗിരീഷ് കുമാറാണ് കസ്റ്റഡിയിലായത്. ഇയാളെ സഹായിച്ച സുഹൃത്ത് ഖദീജയും കസ്റ്റഡിയിലായിട്ടുണ്ട്. തിയോഫിനാണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നു. നോക്കാം എന്താണ് സംഭവിച്ചതെന്നും പോലീസിന്റെ തുടർ നടപടികൾ എങ്ങനെയാണെന്നും. തിയോഫിൻ, ഗുഡ് മോർണിംഗ്. മനോ, ഗുഡ് മോർണിംഗ്. ഏതായാലും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടികളൊക്കെ കഴിഞ്ഞ് കൊച്ചിയിലേക്ക് മടങ്ങിയെത്തിയല്ലേ? തീർച്ചയായും മനു, കൊച്ചിയിലും വാർത്തകൾക്ക് കുറവൊന്നുമില്ല. ഇവിടെ കളമശ്ശേരിയിൽ കൂനന്തയിലുള്ള ഫ്ലാറ്റിൽ കഴിഞ്ഞ 17-ാം തീയതിയാണ് ഈ ജെയ്സി എബ്രഹാമിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇവരുടെ മകൾ കാനഡയിലുണ്ട്. അവർ ഫോൺ വിളിച്ചിട്ട് അമ്മയെ കിട്ടാതായതിനെ തുടർന്നാണ് പിന്നീട് പോലീസിൽ വിവരം അറിയിച്ചതും പോലീസ് എത്തി വീടിൻ്റെ വാതിൽ തുറന്ന് നോക്കിയപ്പോഴാണ് ശുചിമുറിയിൽ ഇവർ മരിച്ചു കിടക്കുന്നതായി കണ്ടത്. ജെയ്സി എബ്രഹാമിൻ്റെ സുഹൃത്ത് ഗിരീഷിൻ്റെ മറ്റൊരു പെൺസുഹൃത്ത് ഖദീജ, അങ്ങനെ രണ്ടുപേരാണ് ഇപ്പോൾ നിലവിൽ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട റിയൽ എസ്റ്റേറ്റ് ഇടപാടുള്ള ആളാണ് ഈ ജെയ്സി എബ്രഹാം. അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചിരുന്നു. ഈ കൂനന്തയിലുള്ള ഫ്ലാറ്റിൽ ഇവർ ഏറെ നാളായി ഒറ്റയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉള്ളതുകൊണ്ട് തന്നെ അത്തരത്തിൽ എന്തെങ്കിലും തർക്കമോ മറ്റോ കൊലപാതകത്തിന് കാരണമായിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചിരുന്നു. ഇതിനിടെയാണ് ഇൻഫോ പാർക്ക് ജീവനക്കാരനായ ഗിരീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ജെയ്സി എബ്രഹാമിൻ്റെ സ്വർണം കവർന്നെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ കൊലപാതകം നടത്തിയത് എന്നാണ് ലഭ്യമാകുന്ന വിവരം. കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായി വരുന്നതേയുള്ളൂ. ഇവരെ കേന്ദ്രീകരിച്ച്, അതായത് ഈ ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട ഫ്ലാറ്റിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് ആരെല്ലാം വന്നു പോയിരുന്നു എന്നതെല്ലാം പോലീസ് അന്വേഷിച്ചിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ പോലീസ് നേരിട്ടിരുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഇവർ അവിടെ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. ഭർത്താവ് എബ്രഹാം ഇവർക്കൊപ്പം താമസിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ തന്നെയുമല്ല, സമീപത്തെ ഫ്ലാറ്റിലുള്ളവരുമായി ഇവർക്ക് വലിയ അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുന്നതിന് പോലീസിന് കുറച്ച് സമയമെടുത്തിരുന്നു. ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിന് ശേഷം പിന്നീട് നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് തലയ്ക്കേറ്റ ക്ഷതമാണ് മരണത്തിന് കാരണമെന്ന് പോലീസ് കണ്ടെത്തിയത്. ഇതോടുകൂടിയാണ് കൂടുതൽ വിശദമായി അന്വേഷിച്ചിരുന്നത്. ഈ ഗിരീഷ് പോലീസിൻ്റെ നിരീക്ഷണത്തിൽ തന്നെ ഉണ്ടായിരുന്നു. കൃത്യമായ കാര്യങ്ങൾ വ്യക്തമായതിനെ തുടർന്നാണ് ഗിരീഷിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഇയാളെ സഹായിച്ച ഖദീജയും ഇപ്പോൾ കസ്റ്റഡിയിലാണ്. മറ്റു കൂടുതൽ വിവരങ്ങൾ നമുക്ക് വൈകാതെ തന്നെ ലഭ്യമാകും. മനോ, ശരി തിയോഫിൻ, ഓക്കെ. അപ്പോൾ തിയോഫിനാണ് ആ വിവരങ്ങൾ നമുക്ക് നൽകിയത്. ഏതായാലും പ്രതി കസ്റ്റഡിയിലായിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു തുടർച്ചയിൽ അതിലേക്ക് എത്താൻ കഴിയുമെന്നാണ് ഇപ്പോൾ തിയോഫിൻ നമ്മളോട് പ്രതീക്ഷ പങ്കുവയ്ക്കുന്നത്.